ജാതിഭേദം മതദ്വേഷം ഏതുമേ ഇല്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്നലെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചു. ഉർവശിയും വിജയരാഘവനും മികച്ച സഹനടിയും സഹനടനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉർവശി ചേച്ചിക്കും വിജയരാഘവൻ ചേട്ടനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കട്ടെ. മാത്രവുമല്ല, അവാർഡ് കിട്ടിയ മറ്റു മലയാളികൾക്കെല്ലാം തന്നെ ആശംസകൾ അറിയിക്കുന്നു. കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. ഇത് കേട്ടപാടെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. സംസ്കാര ദൂഷിപ്പിനുള്ള അവാർഡ് എന്നാണ് അദ്ദേഹം അതിനെ മെൻഷൻ ചെയ്തത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ യുവ നേതാവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും അതിനെ ശക്തമായി എതിർത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം രാഹുലിന്റെ ആ ഒരു ചെറിയ പോസ്റ്റിനെ കുറിച്ച് പറയാം, എന്നിട്ട് വിജയേട്ടനിലേക്ക് വരാം. രാഹുൽ ഇട്ട പോസ്റ്റ് സത്യം പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈയിടെയായിട്ട് രാഹുൽ കുറച്ച് വർഗീയത കൂടുതൽ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. രാഹുൽ ആ പോസ്റ്റ് ഇട്ടിട്ട് കാന്തപുരത്തിനെയൊക്കെയാണ് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. കാന്തപുരം ചെയ്ത കാര്യം വലിയ മഹത്തായ കാര്യമാണ്, അതിനെ തള്ളി പറയുന്നതല്ല. രാഹുലിന്റെ വരികളുടെ ഇടയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഒരു പക്ക വർഗീയതവാദിയാണോ എന്നൊരു ഹരിയാഹാരം കഴിക്കുന്ന മലയാളി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നും. കാരണം ആ രീതിയിലാണ് രാഹുലിന്റെ കാഴ്ചപ്പാട് മാറുന്നത്. മലയാളികളായിട്ടുള്ള ഉർവശിക്കും വിജയരാഘവനും അവാർഡ് കിട്ടുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ വെച്ച് അവർക്ക് അഭിനന്ദനം പറയുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സും അല്ലെങ്കിൽ ഒരു നല്ല കാഴ്ചപ്പാടുമാണ് അവിടെ തെളിയുന്നത്. കേരള സ്റ്റോറിയുടെ സംവിധായകൻ സന്ദീപ് സെന്നിന് അവാർഡ് കിട്ടിയതിന് പ്രതിഷേധിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു വിഷയം മലയാളികളൊക്കെ മറന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും മലയാളികൾക്ക് അറിയാവുന്നതാണ്. വീണ്ടും ആ ഒരു സംഭവത്തിന് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഗീയത വാരി വിതറിയിട്ടൊന്നും കോൺഗ്രസിന് നേട്ടം ഉണ്ടാവാൻ പോണില്ല രാഹുലെ. മാത്രമല്ല, നിങ്ങൾ ഇടുന്ന ഒരു പോസ്റ്റിന് നിമിഷ നേരം കൊണ്ട് ആയിരങ്ങൾ ലൈക്കും കമന്റ് അടിക്കണത് ഈ പോസ്റ്റിനധികം ലൈക്കും ഇല്ല, കമന്റും ഇല്ല. അതിൽ തന്നെ മനസ്സിലാക്കാം മലയാളികൾക്ക് വിവരമുണ്ട് എന്നുള്ള കാര്യം. ഇനി വിജയേട്ടനെ കുറിച്ചാണ് പറയാനുള്ളത്. വിജയേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് മറുപടി പറയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കി ഒരു 10-40 വർഷം മുന്നുള്ള കാര്യം തൊട്ട് പറയേണ്ടി വരും. അപ്പൊ ഒരു ചെറിയ രീതിയിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മലയാളികളുടെ ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ MT വാസുദേവൻ നായർ. എസ്പെഷ്യലി അന്തം കമ്മിങ്ങളുടെ മഹാനായ എഴുത്തുകാരൻ എന്നുകൂടി വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, നിർമാല്യം എന്ന് പറയുന്നത്. ആ നിർമാല്യത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് താൻ ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ മേലെ കാർക്കിച്ച് തുപ്പുകയും ആ വെളിച്ചപ്പാടിന്റെ ഭാര്യയെ ഒരു മാപ്പിള വന്ന് ഭോഗിച്ച് പൈസ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഏറ്റവും മഹത്തരമായ തിരക്കഥയും ഏറ്റവും മഹത്തരമായ സാംസ്കാരിക വിപ്ലവവും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് MT വാസുദേവൻ നായർ. ആ കാലഘട്ടത്തിൽ അത് ഭയങ്കര വിപ്ലവമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞ് നടക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തന്നെ തിരക്കഥ പറയാം. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ. ആ സിനിമയ്ക്കകത്ത് കഥയിലും ജീവിതത്തിലും ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ചതിയൻ തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ചന്തുവിനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു സിനിമ. അവിടെ ചിന്ത ഉൾട്ടയാണ് സംഭവിക്കുന്നത്. അതായത് ചീത്തവനായ ഒരുവനെ എങ്ങനെ നല്ലവനാക്കാം എന്ന് ചിന്തിച്ച് എഴുതിയ കഥ. അവിടെയും MT മഹാനാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു സിനിമയെ കൂടെ പറയാം. ആ സിനിമയുടെ പേര് പെരിന്തച്ചൻ എന്നാണ്. ലോകം ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ ചരിത്രത്തിൽ എല്ലായിടത്തും അമ്പലവും പള്ളിയും ചർച്ചും കൊട്ടാരങ്ങളും പണിത ഒരു സമുദായം, വിശ്വകർമ്മ സമുദായം. ആ സമുദായത്തിൽപ്പെട്ട ആശേരി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ, ആ ഒരു സമുദായത്തിനെ ആശേരിമാരെല്ലാവരും മക്കളുടെ കഴുത്തറക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർത്ത MT വാസുദേവൻ നായരുടെ ഒരു കഥ പെരിന്തച്ചൻ. ഈ പറഞ്ഞ 3 കഥകളിലും സംസ്കാര മൂല്യങ്ങൾ ഉയർന്നു നിൽക്കുകയാണല്ലോ വിജയേട്ട. ഇതൊക്കെ മലയാളികൾ കണ്ടതല്ലേ. പെരിന്തച്ചനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയാം അതൊരു മിത്താണ്. അത് മുന്നേ എഴുതിയത് ഒരു ശങ്കുണ്ണി നമ്പൂതിരിയാണ്. അങ്ങനെ മുന്നേ ശങ്കുണ്ണി നമ്പൂതിരി എഴുതിയിരുന്നെങ്കിൽ ഈ MT വാസുദേവൻ നായർക്ക് ചന്തുവിനെ വെളുപ്പിച്ച പോലെ ഈ പെരിന്തച്ചനെയും കൂടി നല്ലവനാക്കി ചിത്രീകരിക്കാമായിരുന്നില്ലേ? ഏതെങ്കിലും ആശാരിമാര് വന്നിട്ട് MT വാസുദേവൻ നായരുടെ വീട്ടിൽ വന്ന് തെറി വിളിച്ചോ? അല്ലെങ്കിൽ MT വാസുദേവനെ മുഖത്തടിക്കാൻ വേണ്ടി നിന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. അവരൊക്കെ അത് ക്ഷമിച്ചില്ലേ? അപ്പോ കുറച്ച് വിഭാഗം
എണ്ണം കുറഞ്ഞ കുറച്ച് വിഭാഗത്തെ എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടിത്തരവും എഴുതി ചിത്രീകരിക്കാം എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ അതിനകത്തൊരു കുഴപ്പവുമില്ല. ഇവിടെ മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ഒരു കാര്യം ചിത്രീകരിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. വിജയേട്ടനെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയെ ശക്തമായി വിജയേട്ടൻ എതിർത്തു. ദൂരദർശനിൽ ഈ ഒരു സിനിമ കാണിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റം എന്താണെങ്കിൽ നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ കണ്ടുവന്നേർന്ന ദൂരദർശന്റെ ലോഗോയുടെ കളറ് മാറി കാവിയായി എന്നുള്ളതാണ്. അതാണ് വിജയേട്ടനെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഒരു ഉപകാരം. സന്തോഷമായില്ലേ മലയാളികൾക്ക്? എന്തിനാണ് വിജയേട്ട ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട് അതിന് അവാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബേജാറാവുന്നു എന്ന് മനസ്സിലാവുന്നില്ല. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അതിമനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുകയും ഒരുപാട് റിസർച്ച് നടത്തി അതിൻ്റെ തിരക്കഥാകൃത്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു തിരക്കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആ പെൺകുട്ടികൾ മതം മാറ്റുന്നു. അതെല്ലാം കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല. മാത്രമല്ല ആ ഒരു സിനിമയുടെ ഉള്ളിൽ സംഭവിച്ച ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ സംഖ്യ, ഒരു കുട്ടിയുള്ളത് ഒരു 3000 കുട്ടികൾ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് ഒരു അതിശയോക്തിക്ക് അവരങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതിലെന്താണ് ഇത്ര തെറ്റ്? ബാക്കി എല്ലാ സംസ്ഥാനത്തിലും പടം ഓടിയല്ലോ, ഈ കേരളത്തിലും ആ പടം തിയേറ്ററുകൾ ഓടിയതാണ്. പിന്നെ അങ്ങനെ ഒരു സംവിധായകന് അവാർഡ് കിട്ടുമ്പോൾ ഇങ്ങനെ ബേജാറായിട്ട് വായ തോന്നിയത് പറയുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററിയിൽ നിങ്ങൾ നല്ലവരായിരിക്കണം. ഇടതുപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒട്ടുമല്ല. അപ്പോൾ വലിയ വായിൽ വർത്താനം പറയുന്ന വിജയേട്ട, നിങ്ങളുടെ അധികാര കസേര ഒഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ നിങ്ങളുടെ മകൾ വീണ മക്കനയിട്ട് പുറത്തിറങ്ങുന്നത് മലയാളികൾ കാണാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.